മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകളുടെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ. കല്ലട ബസ് വിഷയത്തിലടക്കം തുടർ നടപടികൾ ആലോചിക്കാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ DGPയും ഗതാഗത സെക്രട്ടറിയും പങ്കെടുക്കും. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി പ്രവർത്തിച്ച ട്രാവൽ ഏജൻസികളുടെ ബുക്കിംഗ് നിർത്തിവയ്പ്പിച്ചു. ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന പരിശോധന തുടരുകയാണ്. പരിശോധനയിൽ അനധികൃതമായി പ്രവർത്തിച്ച ട്രാവൽ ഏജൻസികളുടെ ബുക്കിംഗ് നിർത്തിവെപ്പിച്ചു. LAPT ലൈസൻസ് ഇല്ലാത്ത കോഴിക്കോട് പ്രവർത്തിച്ച ട്രാവൽ ഏജൻസികൾക്കെതിരെ നടപടിയെടുത്തു. കോഴിക്കോട് പാളയത്ത് 12 ഏജൻസികളുടെ പ്രവർത്തനം മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. ഇതിൽ കല്ലട ട്രാവൽസിന്റെ ഓഫീസുമുണ്ട്. LAPT ലൈസൻസ് എടുക്കാത്ത ഓഫീസുകൾ, ടിക്കറ്റിംഗ് ഏജന്റുമാരുടെ ഓഫീസുകളിൽ അവർക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ LAPT ലൈസൻസ് എടുത്തിരിക്കണം എന്ന് കാണിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസും പിഴയും ചുമത്തുന്നതിൽ മാത്രം നിയമലംഘനങ്ങൾ പൂർണ്ണമായി തടയാനാകില്ലെന്ന വിലയിരുത്തലിലാണ് മോട്ടോർ വാഹന വകുപ്പ്. തുടർ നടപടികൾ ആലോചിക്കാനായാണ് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി, ഗതാഗത വകുപ്പ് സെക്രട്ടറി, ഗതാഗത കമ്മീഷണർ, KSRTC CMD തുടങ്ങിയവരും പങ്കെടുക്കും. നിയമലംഘനം നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. എന്നാൽ ദീർഘദൂര ബസ്സുകളേറെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിലായതിനാൽ സംസ്ഥാനത്തിന് നടപടിയെടുക്കുന്നതിന് പരിമിതിയുണ്ട്. ഇത് എങ്ങനെ മറികടക്കാമെന്നതാകും പ്രധാന ചർച്ച. സ്പീഡ് ഗവർണറുകളിൽ ബസ് കമ്പനികളുടെ സഹായത്തോടെ തന്നെ കൃത്രിമം നടത്തി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം. അതിനാൽ പരിശോധന കർശനമാക്കിയേക്കും. അമിത ചാർജ് ഈടാക്കുന്നതും തടയുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. മോട്ടോർ വാഹന നിയമത്തിന് പുറമെ ക്രിമിനൽ നിയമം അനുസരിച്ചുള്ള നടപടികളെടുക്കുന്നതിൽ DGPയോട് അഭിപ്രായമാരായും. അന്തർ സംസ്ഥാന റൂട്ടുകളിലടക്കം കൂടുതൽ സർവീസ് തുടങ്ങുന്നത് KSRTCയും പരിഗണിച്ചേക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ അന്തർ സംസ്ഥാന ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. ഇതുവരെ 8 ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യാപകമായ പരിശോധന സംസ്ഥാനത്തൊട്ടാകെ നടത്തിയിരുന്നു. പല തിരിമറികളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ? ജോയി, ആദ്യഘട്ടത്തിൽ കല്ലട ബസ്സിൽ യാത്രക്കാർക്കുണ്ടായ മർദ്ദനത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അന്തർ സംസ്ഥാന വാഹന ബുക്കിംഗ് ഓഫീസുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയത്. പ്രാഥമികമായ ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അന്തർ സംസ്ഥാന ബസ്സുകളിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. കൊച്ചി, തൃശൂർ എന്നിവിടം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് രാവിലെ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ നിരവധി ഗുരുതരമായ ചട്ടലംഘനങ്ങൾ ഈ ബസ്സുകൾ കാട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും കൃത്യമായ യാത്രക്കാരുടെ വിവരങ്ങൾ ഈ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ചാർജുകൾ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല. മറ്റൊന്ന്, ഒരു തവണ കേരളത്തിൽ വന്നു പോകാൻ മാത്രം അനുമതിയുള്ള, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണ മാത്രം വരാനുള്ളവർ പലതവണ സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചില ബസ്സുകൾ കൃത്യമായ പെർമിറ്റോടുകൂടി അല്ല സർവീസ് നടത്തുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് രാവിലെ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. എന്തായാലും ഈ വാഹന ഉടമകൾക്ക് ഇന്ന് വൈകുന്നേരം നോട്ടീസ് നൽകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഇവർ കാട്ടുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കൃത്യമായ നോട്ടീസ് നൽകും. ഇവരിൽ നിന്നും വിശദീകരണം തേടിയ ശേഷം മറ്റു നടപടികളിലേക്ക് നീങ്ങും എന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അനീഷ് കുമാർ നൽകിയത്. കല്ലട ബസ്സിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ജീവനക്കാരുടെ ക്രൂരമർദ്ദനമേറ്റിട്ടും നടപടിയുണ്ടായില്ലെന്ന അനുഭവ സാക്ഷ്യവുമായി കൊച്ചി സ്വദേശി. മുൻ SP S ഗോപിനാഥനാണ് ഹിന്ദുസ്ഥാൻ ട്രാവൽസ് ബസ്സിൽ മകന് മർദ്ദനമേറ്റിട്ടും നീതി ലഭിച്ചില്ലെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. പല കേസുകളിലും പരാതിക്കാരെ തന്നെ പോലീസ് പ്രതിയാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. സ്വന്തം മകനെ കൺമുന്നിൽ വെച്ചാണ് ബസ്സിലെ ജീവനക്കാർ തല്ലിച്ചതച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മകനെ പിതാവ് S ഗോപിനാഥൻ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് മരട് പോലീസിൽ പരാതിയും നൽകി. 2014 സംഭവം. പക്ഷേ പിന്നീട് പരാതിക്കാരനായി പ്രതി. SP റാങ്കിൽ പോലീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ്റേതാണ് ഈ അനുഭവ സാക്ഷ്യം. പോലീസിൻ്റെ സംരക്ഷണയോടുകൂടിയാണ്, പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ ഇപ്പോഴും ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നെപ്പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും? ചെന്നൈയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ ട്രാവൽസിന്റെ ബസ്സിലാണ് ഗോപിനാഥന്റെ മകൻ എറണാകുളത്തേക്ക് വന്നത്.
ബസ്സിലെ AC പ്രവർത്തിക്കാത്തതിനെ ചൊല്ലി ഇടയ്ക്ക് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ബസ് എറണാകുളത്തെത്തിയപ്പോൾ നടുറോഡിൽ വെച്ചായിരുന്നു മർദ്ദനം. അങ്ങനെ വൈറ്റിലോ എന്ന് ഇറങ്ങിയപ്പോൾ ഈ ക്ലീനറും ഇവനാണ്ട് മെസ്സേജ് കൊടുത്തു. അങ്ങനെ ഈ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി മോനെ തല്ലി. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്, വൈറ്റിലെ അമ്പലത്തിൻ്റെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ് കാറ് വിട്ടുകൊണ്ട്. ഈ വണ്ടി വന്ന കണ്ടുകൊണ്ട് ആൾ കൂടുന്നുണ്ട്. ഞാൻ ഓടി അങ്ങിയെന്നപ്പോഴത്തേക്ക് മോനിങ്ങനെ രക്തത്തിൽ കുളിച്ച് ഷർട്ട് മുഴുവൻ രക്തം ഒലിച്ച് നിൽക്കുകയായിരുന്നു. ഗോപിനാഥിന്റെ പരാതിയെ തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്തി. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ചില പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ യഥാർത്ഥ ഉത്തരവാദികൾക്കല്ല സസ്പെൻഷൻ ലഭിച്ചതെന്ന് ഗോപിനാഥൻ പറയുന്നു. പരാതിയുമായി അദ്ദേഹം ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ്. വൈകിയെങ്കിലും നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ. ന്യൂസ് 18 കൊച്ചി. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്ക് എതിരെ വ്യാപകമായ പരാതികൾ ഉയരുന്നതിനിടെ ബസ്സുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിക്കുന്നു. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയും പരിശോധനകൾ നടത്താതെയുമാണ് പല ബസ്സുകളും സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് കല്ലട ബസ്സിൽ നിന്ന് പുക ഉയർന്നത് യാത്രക്കാരിലും നാട്ടുകാരിലും പരിഭ്രാന്തി പരത്തി. കല്ലട ബസ്സിലെ ജീവനക്കാർക്കെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെയാണ് ബസ്സുകളുടെ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ഉയരുന്നത്. കല്ലട ട്രാവൽസിന്റെ ബംഗളൂരു ബസ് കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പോകുന്നതിനിടെ പെരുവഴിയിൽ കുടുങ്ങി. കാസർഗോഡ് മെൽപ്പറമ്പിന് സമീപം ചങ്ങിയക്കോടിലെത്തിയപ്പോഴാണ് ബസ്സിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ബസ്സിന് അകത്തും പുക വ്യാപിച്ചതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ ഇറങ്ങിയോടി. ഈസ്റ്റർ നാട്ടിലേക്ക് പുറപ്പെട്ട യാത്രക്കാർക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ബസ്സുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വൈകിയെങ്കിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സുരേഷ് കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് നേരെയുണ്ടായ കയ്യേറ്റവും പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ പ്രതികരണവുമാണ് ശക്തമായ നടപടികൾ വൈകിയെങ്കിലും എടുക്കാൻ അധികൃതരെ നിർബന്ധരാക്കിയത്. നിയമം കാറ്റിൽ പറത്തി അതിവേഗം പായുന്ന ദീർഘദൂര ബസ്സുകൾക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല എന്നതാണ് ചോദ്യം. ഇപ്പോഴത്തെ നടപടികൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ? ഈ വിഷയമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയം തന്നെ പ്രേക്ഷകരുടെ പ്രതികരണത്തിനും മുന്നോട്ട് വെക്കുന്നു. ഈ വിഷയത്തിൽ രാവിലെ 7:30 മുതൽ പ്രേക്ഷകർക്ക് പ്രതികരണങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 881. ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനം ശ്രമം നടത്തിയെന്ന ആരോപണത്തിൽ സുപ്രീംകോടതി ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചേക്കാം. ആരോപണം ഉന്നയിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബൈൻസിന്റെ അധിക സത്യവാങ്മൂലം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനം. അധിക സത്യവാങ്മൂലം നൽകാൻ ബൈൻസിന് കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ശ്രമം നടത്തിയതിൽ 3 സുപ്രീംകോടതി ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ ബൈൻസ് വ്യക്തമാക്കും. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പരമോന്നത അന്വേഷണത്തിൽ എല്ലാം തെളിയുമോ? ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലും ഗൂഢാലോചന നടന്നെന്ന പരാതിയിലും അന്വേഷണം തുടരുകയാണ്. പരാതിക്കാരിയിൽ നിന്നും കോഴ വാഗ്ദാനം ലഭിച്ചെന്ന് വെളിപ്പെടുത്തിയ അഭിഭാഷകനിൽ നിന്നും തെളിവുകൾ തേടുകയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് കോടതിക്ക് മുന്നിലുള്ള പ്രധാന ഉത്തരവാദിത്തമാണ്. ഈ സാഹചര്യത്തിൽ ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: നീതിപീഠത്തെ കൊടുക്കാൻ ആസൂത്രിത ശ്രമമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വമ്പൻ റോഡ് ഷോകൾക്ക് ശേഷമാകും പത്രികാ സമർപ്പണം. ഇന്ന് വാരാണസിയിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് 3-ന് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് റോഡ് ഷോ ആരംഭിക്കും. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ അദ്ദേഹം ഗംഗാ ആരതി നടത്തും. വൈകിട്ട് 7-ന് ദശാസ്വമേധ് ഘട്ടിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. നാളെ രാവിലെ 9 മണിക്ക് പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തും. പത്രികാ സമർപ്പണത്തിന് പുറപ്പെടും മുമ്പ് കാലഭൈരവ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തും. കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, JP നദ്ദ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും.
ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, രാംവിലാസ് പാസ്വാൻ, പ്രകാശ് സിംഗ് ബാദൽ എന്നിവരും മോദിയെ അനുഗമിക്കും. 2014 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു മുമ്പും ഫലം വന്നതിനു ശേഷവും മോദി വാരാണസിയിൽ റോഡ് ഷോകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വാരാണസിയിൽ നിന്നും വിജയിച്ച മോദി വാരാണസി മണ്ഡലം നിലനിർത്തുകയായിരുന്നു. ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ 3 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ച മോദിയുടെ ഇത്തവണത്തെ പ്രധാന എതിരാളി പ്രിയങ്ക ഗാന്ധി ആയേക്കുമെന്ന് സൂചനയുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ വാരാണസിയിൽ മത്സരിക്കുമെന്ന് പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവിൽ പ്രതീക്ഷ വയ്ക്കുമ്പോഴും കടുത്ത ആശങ്കയിലാണ് 3 മുന്നണികളും. കൂടുതലായി പോൾ ചെയ്ത വോട്ടുകൾ ആരെയാണ് തുണച്ചതെന്ന് ഉറപ്പിക്കാനാകാത്തതാണ് പ്രധാന പാർട്ടികളെ കുഴയ്ക്കുന്നത്. വോട്ടിന്റെ പ്രാഥമിക കണക്കുകൾ കിട്ടിയിട്ടും ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും ജയപരാജയം ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രധാന നേതാക്കൾ. വോട്ട് കഴിഞ്ഞാൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഒഴിച്ച് മറ്റിടങ്ങളിലെ ഫലം പ്രധാന നേതാക്കൾ കൃത്യമായി പറയും. എന്നാൽ ദിവസം ഒന്ന് കഴിഞ്ഞിട്ടും ഇക്കുറി ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ചിത്രം അവ്യക്തമാണ്. ഒരേ പാർട്ടിയിലെ നേതാക്കളുടെ കണക്കുകളിൽ പോലും വലിയ വ്യത്യാസമുണ്ട്. അധികമായി എത്തിയ വോട്ടുകൾ മുതൽ ശബരിമലയും കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ ധ്രുവീകരണം വരെയുള്ള ഘടകങ്ങളാണ് നേതാക്കളെ കുഴയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉയർന്ന പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. മുമ്പില്ലാത്ത വിധം കൂടുതൽ പേർ ബൂത്തിലെത്തി. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണമാണോ? ആണെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളുടെ ധ്രുവീകരണം ഉണ്ടായി? ഇത് ഏതു മുന്നണിയാവും തുണച്ചിട്ടുണ്ടാവുക? നേതാക്കളുടെ കണക്കു തെറ്റിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇതാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ധ്രുവീകരണമുണ്ടായെന്ന് ഇടതു വലതു മുന്നണികളും ഭൂരിപക്ഷ മതധ്രുവീകരണമുണ്ടായെന്ന് BJPയും കണക്കുകൂട്ടുന്നു. ശക്തമായ കേന്ദ്ര സർക്കാർ വിരുദ്ധ വികാരവും ശബരിമല വിഷയവും കൂടുതൽ പേർ ബൂത്തിലെത്താനുള്ള കാരണങ്ങളായെന്ന് പ്രധാന പാർട്ടികൾ സമ്മതിക്കുന്നു. എന്നാൽ ഇത് ആരെ തുണയ്ക്കുമെന്ന് ഉറപ്പിക്കാനാവുന്നില്ല. അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 3 മുന്നണികളുടെയും കണക്കുകളിൽ വ്യത്യാസം വലുതാണ്. താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ഔദ്യോഗികമായി വിലയിരുത്തിയ ശേഷം ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്ന പ്രതീക്ഷയാണ് പാർട്ടി ഭേദമന്യേ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേരള തമിഴ്നാട് തീരങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. തിരുവനന്തപുരം, ശംഖുമുഖം, വലിയതുറ ഭാഗങ്ങളിൽ ഇന്നലെ ഉണ്ടായ വേലിയേറ്റത്തിൽ വ്യാപക നാശമുണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയുടെ തെക്ക് കിഴക്കുമായിട്ടാകും ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നത്. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കടൽ പ്രക്ഷുബ്ധമാകും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയവർ നാളെ അർദ്ധരാത്രിയോടെ തിരിച്ചെത്താനും നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.5 മീറ്റർ മുതൽ 2.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെടുന്നിടം കേന്ദ്രീകരിച്ച് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 4 ദിവസം കാറ്റിന്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കും. 28-ന് തമിഴ്നാട് തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയാകും. ഇന്നലെ തിരുവനന്തപുരം, ശംഖുമുഖം, വലിയതുറ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. പ്രദേശത്തെ വീടുകളും മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന വള്ളങ്ങളും വലകളും നശിച്ചു. ഒരുപാട് പെരകളും പിന്നെ മാലികളും എല്ലാം പോയി കടലേറ്റം കൊണ്ട്. 5 വലയിരുന്നതിൽ 3 വല കിട്ടി, 2 വലയും പെരവും ഇതെല്ലാം പോയി. വേനൽ മഴയോടനുബന്ധിച്ച് ശക്തമായ ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മഴയും കാറ്റും ചൂടുമൊക്കെ മലയാളിക്ക് പേടിയുടെ ദിനങ്ങൾ സമ്മാനിക്കുന്നതാണ് സമീപകാല ചരിത്രം. കൊടും ചൂടിന് പിന്നാലെ വേനൽ മഴ വരും ദിവസങ്ങളിൽ ശക്തി ആർജിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. വലിയൊരു പ്രളയത്തിന്റെ ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാത്ത കേരളത്തിന് വരാനിരിക്കുന്ന മഴകൾ ഉള്ളിലെ പേടിയാണ്. അതുകൊണ്ട് തന്നെ വേനൽ മഴയ്ക്ക് കാരണമായേക്കാവുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു എന്ന വിവരം അതീവ ഗൗരവമായാണ് എടുക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക എന്നത് മാത്രമാണ് പ്രകൃതി ദുരന്ത സാധ്യതകളെ ചെറുക്കാനുള്ള മാർഗം. വേനൽ മഴ കനത്ത് പെയ്യുമെന്ന മുന്നറിയിപ്പുള്ള സ്ഥിതിക്ക് വേണ്ടത്ര മുൻകരുതലുകൾ കേരളം എടുത്തിട്ടുണ്ടോ എന്നതാണ് ഇന്നത്തെ ദിവസം പരിശോധിക്കേണ്ടത്.
സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ട പ്രതിരോധ സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. കൊളംബോയിൽ നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വേണ്ടത്ര ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിട്ടും കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നിട്ടും സ്ഫോടന പരമ്പരയും തീവ്രവാദ ആക്രമണവും തടയാനായിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾക്കിടയിലാണ് പ്രസിഡന്റ് മുൻകൈയെടുത്ത് സർവകക്ഷി യോഗവും വൈകുന്നേരം സർവമത യോഗവും വിളിച്ചിരിക്കുന്നത്. Not from poor families. They are actually from they are well educated and they are economically quite sound background. And all of them in their 20s or 30s? Between those stages, yes. All of them young. Families and ഇന്റലിജൻസ് മുന്നറിയിപ്പ് തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ച് ഡിഫൻസ് സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും രാജിവെച്ചൊഴിയാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നു. പക്ഷേ ഇതിലൊക്കെ അപ്പുറം സർക്കാരിനെയും സമൂഹത്തെയും ഞെട്ടിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ സാമൂഹിക, വിദ്യാഭ്യാസ, സാമ്പത്തിക പശ്ചാത്തലമാണ്. നല്ല സാമ്പത്തിക നിലയിൽ നിന്നുള്ള UK-യിലും ഓസ്ട്രേലിയയിലും പോയി പഠിച്ചിട്ടുള്ള ശ്രീലങ്കൻ വംശജർ വരെ ഈ ആക്രമണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ തന്നെ ഈ തീവ്രവാദ സംഘടന എത്ര ആഴത്തിൽ ഇവിടെ വേരോടിയിരിക്കുന്നുവെന്നും ഇതിന്റെ പ്രവർത്തനം എത്ര വ്യാപകമാണ് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ വിവരം ലഭിക്കാതെ ഉഴലുകയാണ് സംസ്ഥാനത്തെ ഇന്റലിജൻസ് വൃത്തങ്ങളും പോലീസ് അധികൃതരും. ഇതിനെ തടയാനായിട്ടില്ല എന്നുള്ളതും ഇത് ആരും അറിഞ്ഞില്ല എന്നുള്ളതും വീണ്ടും വിമർശനമായി സർക്കാരിനെതിരെ ഉയരും എന്നുള്ളത് ഉറപ്പ്. കൊളംബോയിൽ നിന്ന് പ്രദീപ് പിള്ള, ന്യൂസ് 18. ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ റഷ്യയിലെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ചർച്ചകൾക്കുമായാണ് കിഴക്കൻ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് നഗരത്തിൽ കിം എത്തിയത്. ഉത്തരകൊറിയയിൽ നിന്നും പ്രത്യേക ട്രെയിനിലെത്തിയ കിമ്മിന് റഷ്യയിൽ പ്രത്യേക സ്വീകരണമാണ് ഒരുക്കിയത്. കൊറിയൻ ദ്വീപ സമൂഹത്തിലെ ആണവ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചകളിൽ പ്രധാന വിഷയമാകുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കിമ്മിന്റെ റഷ്യൻ സന്ദർശനത്തെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഉക്രൈനിലെ ഡൊനെറ്റ്സ്ക്, ലുഹാൻസ്ക് മേഖലകളിൽ താമസിക്കുന്നവർക്ക് റഷ്യൻ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചു. റഷ്യയോട് ചേരണമെന്ന് വാദിക്കുന്ന വിമതരുടെ എണ്ണം ഉക്രൈനിലെ ഈ മേഖലകളിൽ വളരെ കൂടുതലാണ്. ഇത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ളതാണ് പുടിന്റെ പുതിയ പദ്ധതി. എന്നാൽ ഇത്തരമൊരു നടപടിയിലൂടെ കൂടുതൽ പ്രകോപനപരമായ നീക്കമാണ് റഷ്യ നടത്തിയിരിക്കുന്നതെന്ന് ഉക്രൈനിലെ പുതിയ പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റ വ്ളോഡിമിർ ഷെലൻസ്കി പ്രതികരിച്ചു. റഷ്യയെ പിന്തുണയ്ക്കുന്നവരും ഉക്രൈനിൽ തന്നെ തുടരണമെന്ന് വാദിക്കുന്നവരും തമ്മിലുള്ള സംഘർഷം 2014 മുതൽ രൂക്ഷമായ മേഖലയെ പുടിന്റെ പുതിയ തീരുമാനം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. 13,000 പേരാണ് 2014 മുതലുള്ള സംഘർഷങ്ങളിൽ ഈ മേഖലകളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ആലത്തൂരിൽ BJP വോട്ടുകൾ വൻതോതിൽ UDF-ന് മറിഞ്ഞുവെന്ന പ്രചാരണങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്ന് NDA സ്ഥാനാർത്ഥി TV ബാബു. BJP വോട്ട് മറിക്കുമെന്ന വാദം വിഡ്ഢിത്തമാണെന്നും ബാബു പറഞ്ഞു. അതേസമയം വോട്ടുകൾ കുറഞ്ഞാൽ അത് മുന്നണിയിൽ വൻ പൊട്ടിത്തെറിക്ക് കാരണമായേക്കും. ഇടതുകോട്ടയായ ആലത്തൂരിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കും എന്നതായിരുന്നു UDF പ്രചാരണം. മണ്ഡലത്തിൽ NDAക്ക് വേണ്ടി BDJs ആണ് മത്സരിക്കുന്നത് എന്നതിനാൽ BJP വോട്ടുകൾ UDF-ന് മറിയുമെന്ന വ്യാപക പ്രചാരണം നടന്നിരുന്നു. എന്നാൽ BJP വോട്ടുകളിൽ ചോർച്ച ഉണ്ടാവുമെന്ന് കരുതുന്നില്ലെന്ന് NDA സ്ഥാനാർത്ഥി TV ബാബു പറഞ്ഞു. BJPക്ക് എവിടെ നിന്ന് വോട്ടുണ്ടായത്? വോട്ട് എവിടുന്ന വരുന്ന ഈ നമ്മുടെ കേരളത്തിലുള്ള മണ്ഡലങ്ങളിലാണ്. അവിടെ ഉണ്ടായിരുന്ന ആരാ? CPI, CPM, കോൺഗ്രസ്. അവരുടെ വോട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതവർ പറയാതിരിക്കുക, എന്നിട്ട് ഇവിടുത്തെ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോകാന്ന്. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കുന്നുകൂട്ടി കിടക്കല്ലേ കോരി കൊടുക്കാൻ. ഞങ്ങൾ പിടിക്കുന്ന വോട്ടൊക്കെ അവരുടെ വോട്ടാ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ NDAക്ക് ശക്തി തെളിയിക്കണം. ഈ സാഹചര്യത്തിൽ വോട്ട് മറിച്ചാൽ അത് പമ്പര വിഡ്ഢിത്തമായിരിക്കും. അടുത്ത തവണ ആർക്കാണ് ഈ മണ്ഡലം കിട്ടുക? അവർ മത്സരിച്ച മണ്ഡലങ്ങളല്ലേ, അവർക്ക് കിട്ടുന്ന വോട്ട് ഷെയർ കുറച്ച് കാണിക്കാൻ ആരെങ്കിലും കാണിക്കൂ? അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടേണ്ട വാർഡുകളല്ലേ, ആ വാർഡുകളിലൊക്കെ വോട്ട് കുറയ്ക്കുക. ഏതെങ്കിലും പമ്പര വിഡ്ഢികൾക്കല്ലാണ്ട് ഇങ്ങനെ തോന്നുന്നു. പ്രചാരണത്തിൽ പുറകിലായിരുന്നുവെന്ന ആരോപണം ശരിയല്ല. 2 ലക്ഷത്തിൽ പരം വോട്ട് ഇത്തവണ പിടിക്കുമെന്നും ബാബു പറഞ്ഞു. ആലത്തൂരിൽ BJP വോട്ടുകൾ UDF-ന് മറിഞ്ഞുവെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. എന്നാൽ പ്രതീക്ഷിക്കുന്നതിലും വോട്ടുകൾ കുറഞ്ഞാൽ അത് NDAയിൽ വൻ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്ന സൂചന BDJs വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്.
കോഴിക്കോട് പ്രതീക്ഷ അർപ്പിച്ച് ഇടത് വലത് മുന്നണികൾ 17,000-ൽ പരം വോട്ടിന് വിജയിക്കാൻ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. അതേസമയം 8,000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് LDF പ്രതീക്ഷ അർപ്പിക്കുന്നു. ജയപരാജയങ്ങളിൽ നിർണായകമാവുക ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാകും. കണക്കുകൂട്ടലിൽ LDFും UDFും ഒരുപോലെയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കൊടുവള്ളി, ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡുണ്ടാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. കോഴിക്കോട് നോർത്ത്, എലത്തൂർ, ബേപ്പൂർ എന്നിവിടങ്ങളിൽ LDFിന് മേൽക്കൈ ലഭിച്ചേക്കും. അങ്ങനെ വന്നാലും 17,000-ൽ പരം വോട്ടിന് വിജയിക്കാൻ കഴിയുമെന്നാണ് UDF വിലയിരുത്തൽ. UDFിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ പോളിംഗാണ് ഒന്ന്. 2 നിഷ്പക്ഷ മതികൾ ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് സഹകരിച്ച ലക്ഷണമാണ്. ഇത് രണ്ടും വലിയ. മൂന്നാമത് CPMനെതിരായിട്ടുള്ള വികാരം ശക്തമാണ് താഴെത്തട്ടിൽ. ഇത് മൂന്നും ഒരുമിക്കുന്ന ലക്ഷണമാണ്. കൊടുവള്ളിയിലും കോഴിക്കോട് സൗത്തിലും UDF മികച്ച ലീഡ് നേടുമെന്നും കുന്നമംഗലത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നും LDF ക്യാമ്പ് വിലയിരുത്തുന്നു. കോഴിക്കോട് നോർത്ത്, ബാലുശ്ശേരി, ബേപ്പൂർ, എലത്തൂർ മണ്ഡലങ്ങളിലെ ലീഡിലൂടെ UDFിനെ മറികടക്കാനാകും. 8,000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. 2009-ലാണ് ഈ മണ്ഡലം വന്നത്. 2009-2014 വിജയിച്ച UDF ഭൂരിപക്ഷത്തേക്കാൾ നല്ല ഭൂരിപക്ഷമായിരിക്കും 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് പ്രദീപ് കുമാർ ലഭിക്കും. ഇരു മുന്നണികളും കണക്കിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും ന്യൂനപക്ഷ സമുദായങ്ങളുടെ നിലപാട് തന്നെയാവും മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുക എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ന്യൂസ് 18 കോഴിക്കോട്. 2014-ലെ മോദി തരംഗത്തിൽ ഇളകാതെ നിന്ന സമാജ്വാദി പാർട്ടി ശക്തി കേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ കനൌജ് മണ്ഡലം. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് ഇത്തവണ മണ്ഡലത്തിൽ നിന്ന് ഹാട്രിക്കാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനൌജ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 5-ൽ 4 സീറ്റും ജയിച്ചതാണ് BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. ഉത്തർപ്രദേശിൽ വലിയ വിജയം നേടിയായിരുന്നു നരേന്ദ്രമോദി കേന്ദ്രഭരണം പിടിച്ചത്. ആകെയുള്ള 80 സീറ്റിൽ 73 NDA നേടിയപ്പോൾ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിന്ന 5 മണ്ഡലങ്ങളൊന്നായിരുന്നു കനൌജ്. സോഷ്യലിസ്റ്റ് ആചാര്യൻ രാം മനോഹർ ലോഹ്യ, സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവ്, നിലവിലെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയവരെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലം. അഖിലേഷ് യാദവ് ഹാട്രിക് വേണ്ടിയിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യമിടുകയാണ് ഭാര്യ ഡിംപിൾ യാദവ്. 1998 മുതൽ സമാജ്വാദി പാർട്ടിയെ മാത്രം ജയിപ്പിക്കുന്ന മണ്ഡലമാണ് കനൌജ്. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ 2 തവണ മാത്രമേ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളൂ. 1971-ലും 1984-ലും 96-ൽ BJP ജയിച്ചു. ഇതൊഴിച്ചു നിർത്തിയാൽ 12 തവണയും സോഷ്യലിസ്റ്റുകൾക്കായിരുന്നു ജയം. മോദി തരംഗം വീശിയ കഴിഞ്ഞ തവണ 19,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഡിംപിളിന്റെ ജയം. ഇത്തവണ BSPയുമായി സഖ്യമുള്ളതിനാൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ഡിംപിളിനോട് കഴിഞ്ഞ തവണ ഏറ്റുമുട്ടി പരാജയപ്പെട്ട BSP നേതാവ് നിർമ്മൽ തിവാരിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. महिलाओं की सुरक्षा और स्वास्थ्य तीनों ही बहुत ही महत्वपूर्ण हैं, लेकिन चुनावी मुद्दे नहीं बन पाते हैं. ये बहुत ही दुर्भाग्य है इस देश का. और जिस दिन ये चुनावी मुद्दा बन जाएगा तो मैं समझती हूँ महिलाओं की स्थिति बहुत सुधरेगी. डिम्पल जी, जैसे परिवार की लड़ाई है, परिवार की लड़ाई में किसको देखती है, कौन जीत रहा है? कोई परिवार की लड़ाई बची नहीं है. है और किसी को भी कहीं से भी लड़ने का हक है, अधिकार है. और अगर कोई लड़ना चाहता है तो मैं समझती हूँ इसमें कोई बुरा मानने वाली कोई बात नहीं. കഴിഞ്ഞ തവണ ഡിംപിളിനോട് തോറ്റ സുബ്രത പതക്കാണ് ഇത്തവണയും BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 1.79% വോട്ടിന്റെ മാത്രം വ്യത്യാസം നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്ന് പതക്. ഇതിനു പുറമെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രകടനമാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. കനൌജ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4-ലും BJP വിജയിച്ചപ്പോൾ കനൌജിൽ മാത്രമായിരുന്നു സമാജ്വാദി പാർട്ടി ജയം നേടിയത്. ഏപ്രിൽ 29-ന് 4ാം ഘട്ടത്തിലാണ് കനൌജിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 227 കാർട്ടൺ വിദേശ നിർമ്മിത സിഗരറ്റ് പിടികൂടി. ദുബൈയിൽ നിന്നെത്തിയ സിഗരറ്റാണ് കസ്റ്റംസ് പിടികൂടിയത്. 22 ലക്ഷം രൂപ വില മതിക്കുന്ന സിഗരറ്റാണ് കടത്താൻ ശ്രമിച്ചത്. സിഗരറ്റ് വാങ്ങാനെത്തിയ വ്യക്തിയടക്കം 2 കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിലായി.